പുതിയ നാഷണൽ ഹൈവേയിൽ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കേരളത്തിലെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് ജില്ലയിലെ ചെർക്കളയും ബോവിക്കാനവും കഴിഞ്ഞ് കുറ്റിക്കോൽ റോഡിലേക്കൂടെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞിരിക്കുന്ന ഒരു റോഡ് ആണ് കുറ്റിക്കോൽ റോഡ്. അങ്ങനെ നമ്മൾ എരിഞ്ഞിപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ആണ് എത്തിയിരിക്കുന്നത്. ചന്ദ്രഗിരി പുഴയാണ് അതിൻ്റെ താഴെ കൂടെ ഒഴുകുന്നത്. ഹലോ, നമ്മളിന്നുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ചെർക്കളക്കപ്പുറം എരിഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തുരുത്തുണ്ട്. അതായത് ചന്ദ്രഗിരി പുഴയിലാണ് ഈ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. പൊളിയൻ തുരുത്ത് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പൊളിയൻ തുരുത്തിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. വെൽക്കം ടു ലാസ്റ്റ് പോയിന്റ്. ഇതാണ് പൊളിയൻ തുരുത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കം തന്നെയാണ്. ഏകദേശം ഒരു 200 മീറ്റർ താഴോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മൾ എത്തിച്ചേർന്നത് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലും പാർക്കിംഗ് ഏരിയയിലുമാണ്. അത്യാവശ്യം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പുളിയന്തുരത്തിൻ്റെ കവാടം. ഇതിൻ്റെ അടുത്ത് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഏകദേശം 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. 2022 ജനുവരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ പദ്ധതി 2023 ഓഗസ്റ്റിലാണ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. സ്വകാര്യ വ്യക്തിയുടെ ഏകദേശം 6 ഏക്കറോളം സ്ഥലം പാട്ടക്കരാർ വ്യവസ്ഥയിൽ ചന്ദ്രഗിരി ഇക്കോ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പൊലിയന്തുരുത്ത് ഇക്കോ ടൂറിസം വില്ലേജിനായി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ചന്ദ്രഗിരി പുഴയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത്. ചന്ദ്രഗിരി പുഴ 2 കൈവഴികളായി പിരിഞ്ഞ് വീണ്ടും സംഗമിച്ചുണ്ടായ മനോഹരമായൊരു കൊച്ചു ദ്വീപാണ് പുലിയന്തുരുത്ത്. ചന്ദ്രഗിരി പുഴയെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ കർണാടകയിലെ കുടക് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് 105 കിലോമീറ്റർ സഞ്ചരിച്ച് അറബിക്കടലിൽ പതിക്കുന്ന കന്നഡക്കാരുടെ പയസ്സിനി പുഴയാണ് മലയാളികളുടെ ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകപ്പെടുന്ന നദി കൂടിയാണ് ചന്ദ്രഗിരി പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയും കൂടിയാണ് ചന്ദ്രഗിരി പുഴ. അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കഴിഞ്ഞ് തുരുത്തിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പോണ്ടും പിന്നെ കുട്ടികളുടെ കളിസ്ഥലവും പിന്നെ പൊലിയന്തുരുത്ത് റിസപ്ഷനുമാണ് കാണാൻ പറ്റുന്നത്. ആർട്ടിഫിഷ്യലായിട്ടൊരു ഫൗണ്ടൈനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. രണ്ട് കൈവഴികളായി പിരിയുന്ന പുഴ അവിടെ വെച്ചാണ് സംഗമിക്കുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആദർശ്. ഇവൻ്റെ കൂടെയാണ് ഞാനിന്ന് ഇവിടെ വന്നത്. ഇവിടെ റൂംസ് ആൻഡ് പാർട്ടി ഹാൾസ് അവൈലബിൾ ആണ്. പിന്നെ ഫങ്ഷൻസൊക്കെ നടക്കാൻ പറ്റിയ സ്റ്റേജും കാര്യങ്ങളുമുണ്ട്. ഇവിടെ റൂംസ് എടുക്കുന്നവർക്ക് ക്യാമ്പ് ഫയറിനുള്ള ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പാർട്ടി ഹാള്. ഏകദേശം ഒരു 100-150 പേർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ഹാളാണ്. 23,600 രൂപീസാണ് പെർ ഡേ ഇതിൻ്റെ ചാർജസ്. പിന്നെ ഒരു 50 പേർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു മിനി ഹാളും ഇവിടെ അവൈലബിൾ ആണ്. 11,800 രൂപയാണ് അതിൻ്റെ ചാർജ്. നമ്മൾ വന്ന സമയത്ത് ക്ലബിൻ്റെയോ അതോ ഒരു സംഘടനേൻ്റെയോ ഓണപരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഇവിടുത്തെ റൂം ഫെസിലിറ്റീസ്. AC ആൻഡ് നോൺ AC റൂംസ് അവൈലബിൾ ആണ്. AC റൂമിന് 4,000 പ്ലസ് GSTയും നോൺ AC റൂമിന് 3,000 പ്ലസ് GSTയുമാണ് ചാർജസ്. നല്ല നീറ്റുള്ള റൂംസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ചെക്ക് ഇൻ ടൈം 2 മണിക്കും ചെക്ക് ഔട്ട് ടൈം പിറ്റേ ദിവസം 11 മണിക്കാണ്. നഗര തിരക്കുകളിൽ നിന്നൊക്കെ മാറി കാടിനുള്ളിലൊരു ഹാങ് ഔട്ട് സ്പേസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് സ്പോട്ടാണ് പൊളിയന്തുരുത്ത് ഇക്കോ വില്ലേജ്.
ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 100 രൂപയുടെ എൻട്രി ഫീസ് മാത്രമല്ല 350 രൂപയുടെ മറ്റൊരു എൻട്രി ഫീസ് കൂടി ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് 1 ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനും 3 നേരത്തെ ഫുഡും അവൈലബിൾ ആണ്. ഫുഡ് എന്ന് പറയുമ്പോൾ രാവിലത്തെ സ്നാക്സും ഉച്ചക്കത്തെ ഒരു ലഞ്ചും വൈകുന്നേരത്തെ ഒരു സ്നാക്സുമാണ് അവൈലബിൾ. താങ്ക് യു ഫോർ വാച്ചിങ്.